നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ വസതിയിൽ ബോംബ് സ്ഫോടനം. സ്ഫോടനശേഷി കുറഞ്ഞ ലൈറ്റ് ബോംബുകളാണ് പൊട്ടിത്തെറിച്ചത്. സ്ഫോടനം നടക്കുമ്പോൾ നെതന്യാഹു കുടുംബവും വസതിയിൽ ഉണ്ടായിരുന്നില്ല. വീടിന് മുറ്റത്താണ് ബോംബുകൾ പതിച്ചത്. ഇതോടെ കനത്ത ജാഗ്രതയിലാണിപ്പോൾ ഇസ്രായേൽ. സംഭവത്തെക്കുറിച്ച് പോലീസും ഷിൻബെറ്റും സംയുക്തമായി അന്വേഷണം ആരംഭിച്ചു. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് സംഭവത്തെ അപലപിച്ചു. അന്വേഷണ ഏജൻസികളോട് വളരെ ജാഗ്രതയോടെ അന്വേഷണം നടത്താൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഒക്ടോബർ 19 ബെന്യമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഹമാസ് തലവൻ യഹ്യ സിൻവർ കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഈ ഡ്രോൺ ആക്രമണം. ടെല്ലവീവിന് തെക്കുള്ള സിസേറിയയിലെ നെതന്യാഹുവിന്റെ അവധിക്കാല വസതിക്ക് നേരെയാണ് ഇപ്പോൾ രണ്ടാം തവണയും ആക്രമണം. ഇക്കുറി ഡ്രോൺ ആക്രമണമല്ല, മിസൈൽ ആക്രമണമല്ല, ലൈറ്റ് ബോംബുകൾ ഉപയോഗിച്ചുള്ള സ്ഫോടനമാണ് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ ശത്രു ഇസ്രയേലിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ അന്ന് നെതന്യാഹുവിന്റെ വസതിക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു. നെതന്യാഹുവിന്റെ വസതിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ അന്നൊരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. നേരത്തെ ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിന് ശേഷം അമേരിക്കയിൽ നിന്ന് ഇസ്രയേലിലേക്ക് മടങ്ങിയ നെതന്യാഹു സഞ്ചരിച്ച വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് സെപ്റ്റംബറിൽ ബെൻ ഗൂരിയൻ വിമാനത്താവളത്തിന് നേരെ ഹൂതി മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ബെന്യമിൻ നെതന്യാഹുവിന്റെ വസതിയിൽ ബോംബ് സ്ഫോടനമുണ്ടായതിൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ആക്രമണത്തെ അപലപിച്ചു. എല്ലാ പരിധികളും ലംഘിക്കുന്ന ആക്രമണമെന്നാണ് കാറ്റ്സ് ഇതിനെ വിശേഷിപ്പിച്ചത്. സംഭവത്തെ അപലപിച്ച് പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡും രംഗത്തെത്തി. പോലീസ് കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ അടിയന്തരമായി ഹാജരാക്കണമെന്നാണ് ലാപിഡ് ആവശ്യപ്പെട്ടത്. ഇതിനിടയിൽ പോലീസ് 3 പേരെ കസ്റ്റഡിയിലെടുത്തു. ലെബനന്റെ പല ഭാഗങ്ങളിലും ബെയ്റൂത്തിൽ പ്രത്യേകിച്ച് അതിശക്തമായ ആക്രമണങ്ങളാണ് ഇപ്പോഴും ഇസ്രായേൽ തുടരുന്നത്. ഇന്നലെ മാത്രം നടന്ന ആക്രമണങ്ങളിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 5 പേർ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തുന്നതെന്നും ഹിസ്ബുള്ള ആയുധം താഴെവെച്ച് കീഴടങ്ങുന്നത് വരെ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പറയുന്നു. ഇതിനിടയിൽ ലെബനനിലേക്ക് കൂടുതൽ കരസേന അംഗങ്ങൾ കരമാർഗം കടന്നുകയറി. ശക്തമായ റെയ്ഡുകളും പെട്രോളിംഗുമാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ലെബനനിൽ നടത്തുന്നത്. ലിറ്റാനി നദിക്ക് ഇപ്പുറമുള്ള അതിർത്തി ഭാഗം പൂർണ്ണമായി സുരക്ഷിതമാക്കി എന്ന് ഇസ്രായേൽ പറയുന്നു. ലിറ്റാനി നദിക്ക് അപ്പുറത്തുള്ള ഭാഗങ്ങളിലേക്ക് കരസേന ഇപ്പോൾ ശക്തമായ റെയ്ഡുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതുവരെ 3400 പേരാണ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ലെബനനിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 3000-ലേറെ ഹിസ്ബുള്ള ഭീകരരുണ്ട് എന്ന് ഇസ്രായേൽ തറപ്പിച്ചു പറയുന്നു. വെടിനിർത്തൽ രൂക്ഷമായതോടെ കീഴടങ്ങലിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ടുകളായി നൽകുന്നു. ഇറാന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള കീഴടങ്ങലിന് തയ്യാറായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കീഴടങ്ങലിന് ഹിസ്ബുള്ളയെ നിർബന്ധിക്കാൻ ഇറാനോട് ലെബനൻ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു. വെടിനിർത്തൽ ശ്രമങ്ങളുമായി ഇറാൻ നയതന്ത്ര സംഘം ഇപ്പോൾ ലെബനനിലെത്തി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയുടെ ഉപദേശകൻ അലി ലാറിജാനി ലെബനിലെത്തി മന്ത്രിമാരുമായും ഹിസ്ബുള്ള നേതാക്കന്മാരുമായും ചർച്ച നടത്തി. ലെബനനും ഹിസ്ബുള്ളയ്ക്കും എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇറാൻ വക്താവ് അറിയിച്ചു. വെടിനിർത്തലിന് അടിയന്തരമായി ഹിസ്ബുള്ളയെ പ്രേരിപ്പിക്കണമെന്ന് ലെബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാത്തി ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇനിയും അനിശ്ചിതമായി കാര്യങ്ങൾ നീണ്ടുപോയാൽ അത് ഹിസ്ബുള്ളയുടെ സമ്പൂർണ്ണ തകർച്ചയിൽ മാത്രമല്ല, ലെബനൻ ഇസ്രായേൽ നിയന്ത്രണത്തിലാകുമെന്നും മിക്കാത്തി ഭയപ്പെട്ടു. ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള തൊടുത്ത റോക്കറ്റുകൾ ഷൈഫ സിനഗോഗിൽ പതിച്ചുവെന്ന വാർത്ത പുറത്തുവരുന്നു. ലെബനനിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇസ്രായേലിന് ഇന്ന് ഒരു സൈനികനെ കൂടി നഷ്ടപ്പെട്ടു. ഗാസ മുനമ്പിലും ഒരു സൈനികൻ മരണപ്പെട്ടുവെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിശക്തമായ ആക്രമണങ്ങൾ തുടർന്നിട്ടും ഇപ്പോഴും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേർക്ക്. അതുകൊണ്ട് തന്നെ ആക്രമണം ഉടനൊന്നും തീരാനുള്ള സാധ്യതയില്ല എന്ന് ഇസ്രായേൽ കരുതുന്നു. ലെബനൻ മണ്ണ് പൂർണ്ണമായും സുരക്ഷിതമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച നിയമനങ്ങളുടെ പരമ്പരയിൽ ഒരു കാര്യം വ്യക്തമാണ്. എല്ലാവരും തന്നെ ശക്തരായ ഇസ്രായേൽ അനുകൂലികൾ. സ്റ്റേറ്റ് സെക്രട്ടറിയായി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറിയായി പീറ്റ് ഹെഗ്സ്ബത്ത്, ഇസ്രായേലിന്റെ അംബാസിഡറായി മൈക്ക് ഹക്കബി, UN-ലെ അംബാസിഡറായി റെപ്പ് ഐലി സ്റ്റെഫാനിക് എന്നിവരൊക്കെ ശക്തരായ ഇസ്രായേൽ അനുകൂലികൾ തന്നെ. പുതിയ ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന്റെ തലവനായി ഇലോൺ മസ്കിനെ നിയമിച്ചതും ഇസ്രായേലിന് കൂടുതൽ കരുത്തു പകരുന്നു.
ഇലോൺ മസ്ക് നേരത്തെ ഇറാൻ പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമേരിക്കയ്ക്കും ജൂതരാഷ്ട്രത്തിനും വേണ്ടിയുള്ള ഒരു സ്വപ്ന ടീമെന്നാണ് ഇസ്രായേൽ ഈ ടീമിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് നേരത്തെ നെതന്യാഹുവിനോട് പറഞ്ഞിരുന്നു, നമുക്ക് ആരംഭിക്കാം, ഞാൻ ആ കസേരയിലിരിക്കുന്ന ജനുവരി 20 മുൻപ് നിങ്ങളുടെ ജോലി തീർത്തിരിക്കണം. ഹമാസിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കുന്നതടക്കം ഇസ്രായേൽ കൂടുതൽ യുദ്ധമുഖങ്ങൾ തുറന്നതിന് പിന്നിൽ ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുണ്ട് എന്ന് ഇറാൻ ഭയക്കുന്നു. നേരത്തെ ലെബനൻ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ സിറിയയിലേക്ക് സമാനതകളില്ലാത്ത ആക്രമണങ്ങളാണ് തൊടുക്കുന്നത്. ദമാസ്കസ് മാത്രമല്ല, ദമാസ്കസിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു. കരമാർഗവും സിറിയയിൽ ഇസ്രായേൽ സേന എത്തിയത് കൂടുതൽ ഗൗരവത്തോടെ ഇറാൻ നോക്കിക്കാണുന്നു. തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കുന്നത് അജണ്ടയിലില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. ബന്ദികളുടെ തിരിച്ചുവരവ് തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒന്നു മാത്രമാണ്. ആക്രമണം ശക്തമായി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഖത്തർ പൊടുന്നനെ പിൻവാങ്ങിയതും ഡൊണാൾഡ് ട്രംപിന്റെ കടന്നുവരവും. ഇതോടെ ഇറാൻ കൂടുതൽ പരുങ്ങലിലായി. വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഡൊണാൾഡ് ട്രംപ് തയ്യാറാക്കുന്ന സ്വപ്ന പദ്ധതി എന്നാണ് ലെബനൻ വെടിനിർത്തലിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിരുന്നു ഇലോൺ മസ്ക് ഇറാൻ പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ലെബനനിലേക്ക് ഇറാൻ പ്രതിനിധിയെ അയച്ചിരിക്കുന്നതും. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ ഈ യുദ്ധഗതിയെ മാറ്റിമറിക്കുമെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നു. ഇത് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയാണ്. ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ ഒരു യുദ്ധവിരാമത്തിലെത്തുന്നതോടെ ഹമാസ് പൂർണ്ണമായ കീഴടങ്ങലിന് സന്നദ്ധമാകും. ബന്ദികളെ ഉൾപ്പെടെ വിട്ടുകൊടുക്കുന്ന തരത്തിലേക്ക് ഹമാസ് കൂടുതൽ സമ്മർദ്ദത്തിലാകും. ഇറാന്റെ പിന്തുണ കുറയുന്നത് ഹമാസിനെയും ഹിസ്ബുള്ളയും ഒക്കെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. ട്രംപിന്റെ മുഖ്യ ലക്ഷ്യം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഏറ്റവും ശക്തമായ രാജ്യമാക്കി സൗദി അറേബ്യയെ മാറ്റുക എന്നതാണ്. ഇത് ഇറാനെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. സൗദിക്കൊപ്പം അറബ് രാജ്യങ്ങളെ ഒരുമിച്ച് നിർത്തി ഇറാനെതിരെ ഒരു മുന്നണി അതാണ് അമേരിക്ക വിഭാവനം ചെയ്യുന്നത്. ട്രംപിന്റെ മുതിർന്ന ഉപദേശകനും ജൂത മരുമകനുമായ ജാരഡ് കുഷ്നറുടെ നേതൃത്വത്തിലുള്ള സംഘം നൂറ്റാണ്ടിന്റെ ഇടപാട് പുനരുജ്ജീവിപ്പിക്കുമെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു. ട്രംപിന്റെ മരുമകൻ തന്നെയാണ് ജൂതരാഷ്ട്രത്തിന് കൂടുതൽ പിന്തുണ നൽകുന്നതും. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം ബൈഡൻ ഭരണകൂടം ഇസ്രായേലിനുള്ള അടിയന്തര സുരക്ഷാ സഹായമായി $14.3 ബില്യൺ ഒപ്പുവെച്ചിരുന്നു. സെപ്റ്റംബറിൽ യുദ്ധകാല സംഭരണത്തിനായി $3.5 ബില്യൺ, അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾക്കായി $5.2 ബില്യൺ ഉൾപ്പെടെ $8.7 ബില്യൺ സഹായ പാക്കേജാണ് അന്ന് അമേരിക്ക പ്രഖ്യാപിച്ചത്. ട്രംപ് ഈ സഹായ പാക്കേജ് വെട്ടിച്ചുരുക്കാൻ യാതൊരുവിധ ഇടയുമില്ല. കൂടുതൽ സഹായം അമേരിക്ക ഇസ്രായേലിന് അനുവദിക്കുമെന്നാണ് പൊതുവെ ഇസ്രായേൽ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത്. പുതിയ ഡൊണാൾഡ് ട്രംപ് ടീമിന്റെ മേക്കപ്പിൽ ഇസ്രായേൽ കൂടുതൽ കരുത്തരാകുമെന്നർത്ഥം. ചുരുക്കത്തിൽ ലെബനനിലും സിറിയയിലും ഇപ്പോൾ ഇസ്രായേൽ തുടരുന്ന ആക്രമണം ഉടനടി അവസാനിപ്പിക്കുക തന്നെയാണ് ഇറാന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ ഇപ്പോൾ ഒരു വെടിനിർത്തലിന് അവർ പ്രേരിപ്പിക്കുന്നു. മറ്റൊരു തലത്തിൽ ഹിസ്ബുള്ള സമ്പൂർണ്ണ കീഴടങ്ങലിന് തയ്യാറാകുന്നു എന്നർത്ഥം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.